ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ആ തിരുവഴുത്തുകളിലേക്ക് ചിന്തിപ്പാൻ കർത്താവ് കൃപ വന്നല്ലോ. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവവചനം ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്ത എല്ലാവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് തിരുവഴുത്തുകളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞു വെച്ച പുരോഹിതൻ്റെ വെള്ള വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഒന്ന്, ഉള്ളങ്കിയായിട്ട് ധരിക്കുന്ന വെള്ള വസ്ത്രം, അത് വിശുദ്ധിയെ കാണിക്കുന്നു. രണ്ടാമത്, അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ച്, ജയത്തിന്റെ അടയാളമാണ്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ. നമുക്ക് ആ വെള്ള എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ നിർത്താം. അതിനെ അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിക്കും. അപ്പൊ വെള്ള ഒരു യോഗ്യതയുടെ പദവി കൂടെയാണ്. വെള്ള രണ്ടാമത്തെ, ഒന്ന് ഞാൻ പറഞ്ഞ വിശുദ്ധിയുടെ നല്ലാണ്, 2 യോഗ്യതയുടെയാണ്. അത് ദൈവം നിശ്ചയിക്കുന്ന യോഗ്യത. വെള്ള ധരിച്ചവരെല്ലാം യോഗ്യന്മാരെന്ന് നമുക്കിപ്പം വെള്ള ഇവിടെ പൈസ കൊടുത്താൽ വെള്ള വസ്ത്രം ധരിക്കാൻ കിട്ടും. അത് ഒരു യോഗ്യതയും എല്ലാവർക്കും എന്ത് ചെയ്യാം? വെള്ള വസ്ത്രം വാങ്ങി ധരിക്കാം. നമ്മൾ യോഗ്യനാണെന്ന് വേണമെങ്കിൽ കാണിക്കാം. വസ്ത്രം ഏതുമാകാം. വസ്ത്രം ധരിക്കുന്നതിൻ്റെ ആത്യന്തികമായ, ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചു പോകട്ടെ, വസ്ത്രം ധരിക്കുന്നതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നഗ്നത മറയ്ക്കുക എന്നുള്ളത്. അത് വെള്ള ധരിച്ചിട്ട് കണ്ണാടി എന്താ പറയുന്നത്, കട്ടി കുറഞ്ഞ വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് അകത്തെ വസ്ത്രങ്ങളും അകത്തെ ശരീരത്തിൻ്റെ പാർട്ടുകളും ഒക്കെ വെളിയിൽ കാണിച്ച് നടക്കുന്ന ആളുകളുണ്ട് വെള്ള ധരിച്ചിട്ട്. അതിലർത്ഥമില്ല. ഞാൻ വെള്ളയാണ് ധരിക്കുന്നത് ഒരു വിശുദ്ധിയുടെ മാനദണ്ഡം. നമ്മൾ ധരിക്കുന്ന വസ്ത്രം വെള്ളയായാലും കറുപ്പായാലും നമ്മുടെ നഗ്നത പുറത്ത് വരരുത്. പിന്നെ വെള്ള ഒരു യൂണിഫോം പോലെ നമ്മൾ ധരിക്കുന്നു, അതൊന്നൊരു നല്ല കാര്യമാണ്. കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ശുശ്രൂഷ നിൽക്കുമ്പോൾ, ഒരു പ്രസംഗ പീഠത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒരു മാന്യതയുള്ള ഒരു വസ്ത്രമാണത്. അത് തന്നെ ധരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായമാണത്. പ്രീശല്ലോ അല്ലേ? പലരും ശുശ്രൂഷ പ്രസംഗപീഠത്തിൽ ചിലരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഇദ്ദേഹം വിശ്വാസിയുമല്ല ശുശ്രൂഷകനല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ തോന്നലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ കണ്ടുവന്നുകൊണ്ട് എന്തായാലും അതൊരു നല്ല കാര്യമല്ല. ഇനി അദ്ദേഹം അങ്ങനെ ശുശ്രൂഷിച്ചത് കൊണ്ട് പാപിയുമല്ല, നരകത്തിലും പോകില്ല. പക്ഷെ നമ്മൾ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വസ്ത്രധാരണത്തിലേക്ക്, ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നില്ല, എങ്കിലും ഞാനത് എടുത്ത് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. വെള്ള വസ്ത്രം സ്വർഗത്തിൽ അവിടെ ജയമെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ യോഗ്യന്മാർക്ക് ദൈവം സ്വർഗത്തിൽ കൊടുക്കുന്ന വസ്ത്രമാണ് വെള്ള വസ്ത്രം. അതുകൊണ്ട് വെള്ളയോട് ആരും വെറുപ്പ് കാണിക്കേണ്ട. സ്വർഗത്തിൽ പോകുന്നവർക്ക് അവിടെ ഉടുക്കാൻ ഞാൻ വായിച്ചിടത്തോളം വെള്ള വസ്ത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ വെള്ളയൊക്കെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് ഒരു ട്രയലായിട്ടൊന്ന് പരിശ്രമിക്കുന്നത് നല്ലതാണ്. വെള്ള കണ്ടാൽ പെന്തക്കോസ്തിനകത്തൊക്കെ വെള്ളയോട് ഭയങ്കര പോരാട്ടമുള്ള ആളുകളുണ്ട്. അവർ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർ കാര്യം ഓർമ്മിപ്പിക്കാം. ഇടയ്ക്കൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ എന്ത് ചെയ്യില്ല, ഇറങ്ങി ഓടും വെള്ള കണ്ടാൽ. അപ്പം അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കട്ടെ. വെള്ളയിടാം, കളറിടാം. ഞാൻ വെള്ളയും കളറും ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്. എങ്കിലും എനിക്ക് എൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച്, ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് എനിക്കൊരു ഉത്തമ ബോധ്യമാണ്. ഞാനൊരു സുവിശേഷകൻ എന്നുള്ള, ഒരു ശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയ്ക്കകത്തുള്ള വസ്ത്രങ്ങളെ ഞാൻ ധരിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞത് വെള്ള സ്വർഗത്തിലെ യോഗ്യന് കൊടുക്കുന്ന വസ്ത്രം. 2, വെള്ള അവിടെ പറഞ്ഞിരിക്കുന്നു. ജയമെടുക്കുന്നവർ ഞാൻ എന്ത് ചെയ്യും? വെള്ളയുടുപ്പ് ധരിപ്പിക്കും. ജയമെടുക്കുന്ന ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് മുതൽ മൂക്കിലെ ശ്വാസം പോകുന്ന സമയം വരെ നമ്മുടെ പരീക്ഷാ കാലഘട്ടമാണ്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. പ്രൈസ്. പരീക്ഷാ കാലഘട്ടമാണ്. ഇവിടെ നിന്ന് ഒരുപാട് പരീക്ഷ, തോറ്റും ജയിച്ചും നടക്കുന്നവരെ, ജയമെടുക്കുന്നവർക്ക് സ്വർഗത്തിൽ നൽകുന്ന ഒരു വസ്ത്രമാണ് ഈ വെള്ളവസ്ത്രം. ഇത് ഈ നീലയങ്കിയുടെ അകത്താണ്, ഉള്ളങ്കിയായിട്ടാണ് ധരിക്കുന്നത്. ഉള്ളങ്കിയാണ്. അപ്പോൾ പുറത്ത് മാത്രമല്ല, നമ്മുടെ വിശുദ്ധിയുടെ മാനദണ്ഡം, നമ്മുടെ വിശുദ്ധിയുടെ മണ്ഡലം എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, അകത്തുനിന്ന് തുടങ്ങണം. നമുക്ക് പുറത്ത് നമ്മൾ വിശുദ്ധനാണെന്ന് നമുക്ക് കാണിക്കാം. ഞാൻ ചുമ്മാ ഈ എക്സാമ്പിൾ ഒക്കെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. എൻ്റെ മുമ്പിൽ, ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് നിൽക്കുന്നതെന്നും എനിക്കറിയാം, എങ്കിലും പറയാതിരിക്കാൻ തരവില്ല. ഞാൻ അതിപൂർവമായി ഒരിടത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ, ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൻ്റെ ഓഫീസിലേക്ക് പോയി. അദ്ദേഹം മുഴുവനും അങ്ങ് വെള്ളയാണ്. അദ്ദേഹം ധരിച്ചോട്ടെ, അദ്ദേഹത്തിന് താല്പര്യമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ അകത്തും പുറത്തും എവിടെയൊക്കെ വസ്ത്രം ഇടാനുണ്ടോ അതെല്ലാം വെള്ള ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ധരിച്ചിരിക്കുന്ന ചെരുപ്പ് വരെ വെള്ള. ഇത് എവിടെ നിന്ന് ഒപ്പിച്ചെന്നാണ് ഞാൻ ചിന്തിച്ചത്. ചെരുപ്പ് വരെ പ്യുവർ വെള്ളയാണ്. നമുക്ക് അദ്ദേഹം ധരിച്ചോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് ഞാൻ ഇരിക്കില്ല. നമ്മൾ വെള്ള കൊണ്ട് ഒരു അഭിഷേകം ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഉള്ളിലെ കറുപ്പുകളെ, ഉള്ളിലെ മലിനതകളെ മൂടി വെള്ള കൊണ്ട് ഈ ലോകത്ത് മൂടാൻ കഴിയും. പക്ഷേ നമുക്ക് വെള്ളയിട്ട് പുറത്തുകൂടെ ഞാൻ ഒരു വലിയ വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയും.
പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് പുറമേ കാണിക്കുന്ന ബാഹ്യമായ കലാപരിപാടികളല്ല, നിന്റെ ആന്തരികമായ മണ്ഡലത്തിൽ നിന്ന് വിശുദ്ധി തുടങ്ങണം. 2 കൊരിന്ത്യർ 7:1 വായിച്ച എവിടെ നിന്നാ ഇത് തുടങ്ങേണ്ടത്? ആകയാൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നിത്യത എന്ന ഈ വലിയ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും നോക്കൂ, നമ്മുടെ പുറത്തെ ജഡത്തിലെയും ആത്മാവിലെയും നമ്മുടെ അകത്തെ ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് പറയാനോ പ്രസംഗിക്കാനോ എളുപ്പമാണ്. ഇത് നമ്മൾ വേറൊരാളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. നമ്മളെ തന്നെ നമ്മൾ നിരന്തരം ചെയ്യേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജഡത്തിലെ മാത്രം പോരാ, ആത്മാവിലെയും അന്തരാത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ നമ്മുടെ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. തെസ്സലോനിക്കർക്ക് 1 ലേഖനം 5-ാം അധ്യായം. തെസ്സലോനിക്കർ എഴുതിയ 1 ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 23-ാം വാക്യം വായിച്ചേ. 1 തെസ്സലോനിക്കർ 5. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടും. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഇതെല്ലാം നിർമ്മലമായിട്ട് തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പോയി നിർമ്മലമാക്കാൻ കഴിയില്ല. വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, കാന്തയും എന്ത് ചെയ്തിരിക്കുകയാണ്? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അല്ലേ? കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഞാനും നിങ്ങളും സ്വർഗീയ മണവാളന്റെ കാന്തയാണ്. ദൈവസഭ ശുശ്രൂഷകനും വിശ്വാസ വൃന്ദങ്ങളും ഉൾപ്പെടെ എല്ലാവരും ക്രിസ്തുവിൻ്റെ ആത്മീക മണവാട്ടിയാണ്. അക്ഷരാർത്ഥത്തിലുള്ള നമ്മുടെ ലോകപ്രകാരമുള്ള ഒരു മണവാട്ടിയല്ല. അത് തൻ്റെ സ്നേഹത്തെ, സഭയോടുള്ള തൻ്റെ സ്നേഹത്തെ ഒരു മണവാളന് തൻ്റെ വിവാഹ ദിവസം തന്നെ പാലൂട്ടി വളർത്തിയ അമ്മ തന്നെ ഓമനിച്ച് ലാളിച്ച് രാവും പകലും ഉറക്കളച്ചിരുന്ന് രോഗവും പരിപാലിച്ച് വളർത്തിയ തൻ്റെ മാതാപിതാക്കളെ എല്ലാം മണവാളൻ എന്ന് ഒറ്റ നിമിഷം കൊണ്ട് മറക്കെപ്പോ മറക്കും? വിവാഹവേദി. അവിടെ അവൻ്റെ സ്നേഹം മുഴുവൻ ആരോടായിരിക്കും? മണവാട്ടിയോടായിരിക്കും. ഇതുപോലെ ഈ മണവാട്ടി എന്ന് പറയുമ്പോൾ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കല്യാണം കഴിക്കില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് തൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭയോടുള്ള തൻ്റെ ഹൃദയപൂർവ്വമായ ആഴമായ സ്നേഹത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ മണവാട്ടി എന്ന സഭ ആ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആ മണവാട്ടി എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തന്നെത്താൻ ഒരുങ്ങിയെന്നാണ് പറഞ്ഞു. ആരെങ്കിലും ഒരുക്കി? ഇവിടുത്തെ മണവാട്ടിമാരെയൊക്കെ ഇവിടുത്തെ ബ്യൂട്ടീഷ്യനും ഇവിടുത്തെ ആൾക്കാരും ബന്ധക്കാരും സ്വന്തക്കാരും എല്ലാം കൂടി ആമെ ഒരുക്കി ഏതാണ്ട് ആമെ വിളക്ക് കെട്ടെടുത്ത് പടയണിക്ക് നിൽക്കുന്നത് പോലെ ഒരു കോലമൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം. ആ ഒരുക്കമല്ല പറഞ്ഞത്. ഇവിടെ എല്ലാവരും കൂടിയിട്ട് ഒരുക്കുകയാണ്. ഇവിടുത്തെ ആമ ഈ മണവാട്ടി ആമെ ആരും ഒരുക്കുകയല്ല, ഒരുങ്ങുകയാണ് വേണ്ടത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഈ ഒരുങ്ങാനുള്ള ഇവിടെ ഈ ലോകപ്രകാരം ബ്യൂട്ടീഷ്യനും ബന്ധുക്കളും ഒക്കെ അവളെ എന്ത് ചെയ്യും? അവളെ വേണ്ട സുഗന്ധവർഗ്ഗങ്ങളും അവൾക്ക് വേണ്ട അലങ്കാര വസ്തുക്കളും എല്ലാം അവൾക്ക് എവിടെയൊക്കെ പിടിപ്പിക്കണോ അവിടെ എല്ലാം പിടിപ്പിച്ച് അതിനെ ആമെ തേച്ച് ഒരുക്കി എടുത്ത് ഒക്കെ ഒരു വല്ലാത്ത വികൃതമാക്കും. അവർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, സഭയാ മണവാട്ടിയെ ഒരുക്കുവാൻ ഒരൊറ്റ ബ്യൂട്ടീഷ്യനും ഇല്ല. നമ്മൾ ഈ പറയുന്ന ശുശ്രൂഷകന്മാരാകുന്ന ഞങ്ങൾ ബ്യൂട്ടീഷ്യന്മാരാണ്. വേറെ ഒരു ആത്മതലത്തിൽ പറയുക, ഈ സാധനങ്ങളൊക്കെ നിനക്ക് ഒരുങ്ങുവാനുള്ള ഉൽപ്പന്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമേ നമുക്ക് വഴിയുള്ളൂ. എടുത്ത് ഒരുക്കാൻ വഴിയില്ല. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. അതുകൊണ്ടാണ് വേദപുസ്തകം കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു വിശുദ്ധിയുടെ മണ്ഡലമാണ് ഈ വിളക്ക്. അപ്പോൾ വിശുദ്ധി എവിടെ തുടങ്ങണം? അകത്തുനിന്ന് തുടങ്ങണം. പുറത്തുനിന്ന് നമുക്ക് കാണിക്കുന്നതല്ല വിശുദ്ധി, അകത്തുനിന്ന് വിശുദ്ധി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മക്കളെ വാഗ്ദാനം ചെയ്തിട്ട് അവസാന നാളുകളിൽ വീണ്ടും യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനാകുമ്പോൾ പറഞ്ഞത് 17-ാം അധ്യായത്തിലാണ്, ഉൽപ്പത്തി 17-ലാണ്. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. ഉൽപ്പത്തി 17:1 ഒന്ന് വായിക്കാം.
അബ്രാമിന് 99 വയസ്സായി. അബ്രഹാമിന് 99 വയസ്സായി. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായി. നീ എന്റെ മുമ്പേ നടന്ന് 99 വയസ്സായി, നിന്റെ കാലമൊക്കെ തീർന്നു പോവുകയാണ്, വാഗ്ദാനങ്ങൾ അവശേഷിച്ച് കിടക്കുകയാണ്. പക്ഷെ നീ എന്റെ മുമ്പാകെ നടന്ന് എന്ത് ചെയ്യുക? നിഷ്കളങ്കനായിരിക്ക. മുമ്പ് ഇത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയോ ഞാൻ ഓർപ്പിച്ചെന്നാണ് കരുതുന്നത്. നഥനയേലിനെ കണ്ടിട്ട് എവിടെയോ ഓർപ്പിച്ചല്ലേ നമ്മള്? നഥനയേലിനെ കണ്ടിട്ട് യേശു പറഞ്ഞത്, ഇവനിതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവൻ എന്തില്ല? ഇവന് കപടമില്ല, ഇവന് കളങ്കമില്ല. അപ്പോൾ തൻ്റെ കൂടെ വന്ന നൂറ്റുകണക്കിന് യഹൂദന്മാർ, ഇസ്രായേലിന്മാർ തൻ്റെ കൂടെ വരിക. അവർ ഒന്നും നോക്കിയിട്ട് പറഞ്ഞില്ല, ഒരുവനെ നോക്കിയിട്ട് പറഞ്ഞു ഇവനാണ് സാക്ഷാൽ ഇസ്രായേൽ. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനായിരിക്കുന്ന ഇവന് എങ്ങനെ ഇരിക്കണമോ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള അവന് ചൂണ്ടിക്കാണിച്ചു. അപ്പം പുതിയ നിയമം ഇസ്രായേലിനെന്നാണ് ഞാനും നിങ്ങളും അഭിമാനിക്കുന്നത്, അത് അങ്ങനെ തന്നെ. പക്ഷെ ആ ഇസ്രായേലിന് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ അവൻ ഈ നഥനയേലിനെ പോലെ കപടമില്ലാതിരിക്കണം. ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ഈ ഉള്ളങ്കി നമ്മളോട് പറയുന്ന, പുരോഹിതന്റെ ഉള്ളങ്കി നമ്മളോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ ബാഹ്യമായിട്ട് വിശുദ്ധനായിരുന്ന പോരാ, ആന്തരികമായിട്ട് നീ എന്ത് ചെയ്യണം? വിശുദ്ധനായിരിക്കണം. ഞാൻ ഒരു വാക്യം ഓർപ്പിച്ചു വിടാം. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9, അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിട്ടോളൂ. ഏതായാലും കേൾവിക്കാർക്കത് പ്രയോജനകരമാകട്ടെ. ചില വാക്യങ്ങൾ ഇത് നോട്ട് എടുക്കുന്നവരുണ്ട് പ്രിയപ്പെട്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞ, പാസ്റ്റർ ഞങ്ങൾ നോട്ട് എടുക്കുകയാണ്. പ്രീശല്ലോ, നല്ല ദാഹമുള്ളൊരു സഹോദരനാണ്. അപ്പം നോട്ട് എടുക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്രയോജനപ്പെടട്ടെ. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യം. 18-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശനം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ശുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നീ നിഷ്കളങ്കനായിരിക്കണം. നോക്കണം, അവിടെയും പറഞ്ഞിരിക്കുന്നത് കർത്താവിന്റെ ആഗ്രഹം നീ നിഷ്കളങ്കനായിരിക്കണം. ഈ മേൽപ്പറഞ്ഞ അതിന് മ്ലേച്ഛത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് അവ ചെയ്യുന്നവൻ കളങ്കമുള്ളവനാണ്. അതുകൊണ്ട് നിഷ്കളങ്കനായിരിക്കണം. ഇതിനെക്കുറിച്ച് ഇത്യാദി തിരുവഴുത്തുകളുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഈ കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഇനി നമുക്ക് വരാം. നമ്മൾ വെള്ളയെക്കുറിച്ച് മാത്രം അത്യാവശ്യം ചിന്തിച്ചു. ഇനി നമ്മൾ അതിൻ്റെ പുറത്തുള്ള നീല അങ്കി, ഈ നീല അങ്കിയെക്കുറിച്ച് ഇവിടെ ഒന്ന് നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകം 24:10 ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്തു തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. മതി. ഈ 28:31 വായിക്കാമോ? പുറപ്പാട് 28:31. ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. ഏഫോദിന്റെ അങ്കി മുഴുവനും നീലനൂൽ കൊണ്ട് ഉണ്ടാക്കണം. ഈ നീലനൂല് ഇനി നമ്മൾ ആദ്യം വായിച്ച 24:10 വായിച്ച്. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയുമായിരുന്നു. മതി. ഞാൻ ഈ പറഞ്ഞു വന്നത് നീല ആകാശത്തിന്റെ നിറമാണ്. നമ്മൾ മുകളിലോട്ട് നോക്കിയാൽ ഇനി വലിയ ജ്ഞാനികളാണ് തിരുവഴുത്തുകളൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ചിലർ വാദിക്കും ആകാശത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്തില്ല, സത്യമാണ്. മുകളിലോട്ട് പോകുന്നവർ നമുക്ക് നമ്മുടെ കണ്ണിന് ഇവിടെ നിന്നുകൊണ്ട് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു നിറമാണ്. ഈ ഭൂമിയിലുള്ള നിറങ്ങളെല്ലാം അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ കാണിച്ചിരിക്കുന്നതാണ്. മുകളിലോട്ട് പോകുന്നവർ ഈ നല്ല വെറും ശൂന്യതയാണ്. അത് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, എന്നാൽ ആകാശത്തിൻ്റെ നിറം നമ്മുടെ ദൃഷ്ടിക്ക് നീല നിറമാണ്. ഈ നീല ആകാശത്തിൻ്റെ നിറമാണ്. അപ്പോൾ ഇത് എന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ, ഈ മഹാപുരോഹിതൻ ക്രിസ്തുവിന് നിഴലാണ്. അവർ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുള്ള പൗരോഹിത്യം പ്രാപിച്ചവനാണ് എന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള പൗരോഹിത്യം പ്രാപിച്ച യേശു ക്രിസ്തുവൻ. നമുക്ക് വേദപുസ്തകം വായിക്കുന്നു, ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. കണ്ടോ, ആകാശത്തിൽ കൂടി. അപ്പോൾ അതിൻ്റെ സ്വർഗീയ പൗരോഹിത്യം നമുക്ക് വേണ്ടി
പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്യുന്നു. സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ സ്വർഗീയ പൗരത്വത്തെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൗരോഹിത്യം, ഈ പുരോഹിതന് ഈ വസ്ത്രത്തെ കാണിച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഇതിനോട് കൂടെ ചേർത്ത് ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ ഭൂമിയിലെ പൗരോഹിത്യം പുതിയ നിയമസഭയുടെ ഒരു പൗരോഹിത്യത്തെ കൂടെ കാണിക്കുന്നു, ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. ഈ സഭയുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇതിൻ്റെ ചുറ്റുമെല്ലാം കാണുന്ന കൂടാരം അടിച്ച് കഴിയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പ്, അവിടെ വീണ്ടെടുപ്പിന് കാരണമായിരിക്കുന്നത് പുരോഹിതൻ കഴിക്കുന്ന യാഗമാണ്. പുരോഹിതൻ അറുക്കുന്ന യാഗമൃഗത്തിൻ്റെ രക്തത്താൽ അതായത് ആ യാഗമൃഗം മരണപ്പെടുന്നതിലൂടെയുള്ള വീണ്ടെടുപ്പാണ് ഈ ജനത്തിന് മുഴുവനുള്ളത്. ഗ്രഹിക്കുന്നു? അതായത് ജനത്തിന്റെ പാപത്തിന് വേണ്ടി എന്ത് നടക്കണം? യാഗം നടക്കണം. അപ്പോൾ ഈ പുരോഹിതന്റെ കൈവഴിയാണ് ഈ ജനത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുന്നത്. അങ്ങനെങ്കിൽ ഇത് യേശു ക്രിസ്തുവിന് നല്ലതാണ്. അതായത് ജനത്തിന്റെ, ഇന്നത്തെ സഭയുടെ, മുഴുവൻ ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും വീണ്ടെടുപ്പ് യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ കൈവഴിയാണ് നടക്കപ്പെട്ടത്. അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, യേശുദാൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ക്രിസ്തുവിന് നിഴലാണ് ഈ മഹാപുരോഹിതൻ. ഈ വസ്ത്രം ആകാശത്തിൻ്റെ നിറമാണ്. ക്രിസ്തുവിന് നോക്കൂ, ക്രിസ്തുവിൻ്റെ സ്വർഗീയ പൗരോഹിത്യത്തെ കാണിക്കുന്നു. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ പുരോഹിത ഗണം, ഈ പുരോഹിത ശുശ്രൂഷ വീണ്ടെടുക്കപ്പെട്ട എല്ലാവരെയും ശുശ്രൂഷകന്മാരാക്കി തീർത്തു എന്നുള്ളതിൻ്റെ ഒരു തെളിവൂടെയാണ്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടപ്പെട്ടു. ഇവിടെ പഴയ ന്യായപ്രമാണ പ്രകാരം 12 ഗോത്രങ്ങളുണ്ട്. അതിൽ ലേവി ഗോത്രത്തിലുള്ളവർക്ക് മാത്രമേ ആലയവുമായിട്ടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളൂ. മനസ്സിലാക്കണം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കും പൗരോഹിത്യ ശുശ്രൂഷ നൽകി. പിന്നെ അപ്പം നിങ്ങൾ ചോദിക്കും, എല്ലാവരും പൗരോഹിത്യം ചെയ്യുന്നില്ലല്ലോ? ഇല്ല, ചെയ്യുന്നില്ല. എന്നാൽ എല്ലാവരിലും പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു വിളി ദൈവം അതിൽ നിക്ഷിപ്തമാണ്. എല്ലാവരുടെയും വിളിയിൽ, എല്ലാവരുടെയും തെരഞ്ഞെടുപ്പിൽ കിടപ്പുണ്ട്. എന്നാൽ അതിൽ നിന്ന് ചിലരെ ദൈവം തിരഞ്ഞെടുത്ത് പോകാൻ മനസ്സുള്ളവരെ, ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ളവരെ, സമർപ്പണമുള്ളവരെ ഒരു കൂട്ടം ശുശ്രൂഷാ വൃന്ദത്തെ തിരഞ്ഞെടുത്തു. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ വെച്ചേക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവർക്ക് സമയമില്ല. തിരുവെഴുത്തുകളെ തെളിയിക്കാനും തിരുവെഴുത്തുകളെ ഗ്രഹിപ്പിക്കാനും ഒരാളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ശുശ്രൂഷകന്മാരായി തീർന്നത്. മനസ്സിലാക്കുന്നവർക്കായി ഇഷ്ടമാണ്. അപ്പോൾ ഒരു വാക്യം, 1-2 വാക്യം നമ്മൾ വായിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 13:2-3 വായിച്ചേ. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പൊ നോക്കൂ, ദൈവാത്മാവ് ചിലരെ എന്ത് ചെയ്തിരിക്കുന്നു? ശുശ്രൂഷാ ഗണങ്ങളായി ദൈവം വേർതിരിച്ചിരിക്കുന്നു. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് ശുശ്രൂഷാഗണം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം കൂടെ വായിച്ചേ. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം കൂടെ വായിച്ചേ. നിങ്ങള് അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗം വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. അവൻ ഇതിനകത്തൊന്ന് വേർതിരിവില്ല. എല്ലാവരെയും രാജകീയ പുരോഹിത വർഗഗണത്തിൽ വിളിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും കർത്താവിന്റെ വേല ചെയ്യണമെന്ന് വിശ്വാസഗണങ്ങളായിരിക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ അവർക്ക് കർത്താവിന്റെ വേല ചെയ്യാം. പുതിയ നിയമസഭയ്ക്ക് നൽകിയിരിക്കുന്നതാണ് വ്യവസ്ഥ. ഹല്ലേലൂയ. സമർപ്പണം വേണം. ഉദ്ദേശം നല്ലതായിരിക്കണം. ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏവർക്കും ചെയ്യാം. അത് പിന്നെ രണ്ടാമർക്ക് അത്യാവശ്യം പരിശീലനവും വേണം. അത് നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഭംഗവും ആക്ഷേപവും ഉണ്ടാകാതിരിക്കേണ്ടതിന് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പൗരോഹിത്യം നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യം കാണിക്കുന്നു. ഈ വസ്ത്രം യേശു ക്രിസ്തു നീല ആകാശത്തിൻ്റെ നിറമാണ്. ഈ പുരോഹിതനെ സ്വർഗത്തിലെ ദൈവം നിയമിച്ചതാണെന്ന് കാണിക്കുന്നു. 2, യേശു ക്രിസ്തുവിൻ്റെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള പൗരോഹിത്യത്തെ കാണിക്കുന്നു. 3,
ശുശ്രൂഷാഗണം, വേർതിരിക്കപ്പെട്ട പുതിയ നിയമ ശുശ്രൂഷാഗണം യേശു കർത്താവിന് സ്വർഗത്തിൽ രാജകീയ പൗരോഹിത്യ വർഗമാണ്. നമുക്ക് വലിയ വിലയില്ലെങ്കിലും ലോകത്തിന് വലിയ മതിപ്പൊന്നും നമ്മളെക്കുറിച്ചില്ലെങ്കിലും ദൈവത്തിന് തിരഞ്ഞെടുത്തവന് നമ്മൾ വിലപ്പെട്ടവനാണ്, തിരഞ്ഞെടുത്തവന് നമ്മൾ വിലയേറപ്പെട്ടവനുമാണ്. സ്വർഗം തിരഞ്ഞെടുക്കപ്പെട്ട ആമേൻ ആളാരാണെന്ന് ചോദിച്ചാൽ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാർ തന്നെ. പ്രേക്ഷകർ, ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്താം. ഈ പൗരോഹിത്യ ശുശ്രൂഷ, അപ്പോൾ ഇതിൽ ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് അവസാനം വന്നു കഴിഞ്ഞു. എവിടെ? യേശുവിൻ്റെ ക്രൂശീകരണത്തോടുകൂടി പഴയ നിയമസഭ അവസാനിക്കുകയും ഈ പൗരോഹിത്യ ശുശ്രൂഷ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ടാമത്തെ വസ്ത്രം എന്ന് പറയുന്നത് നീലയാണ്. ഈ നീലവസ്ത്രം അത് നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. ഇതിൻ്റെ പുറത്താണ് ഏഫോദിൻ്റെ അങ്കി. ഈ കാണുന്ന ചിത്രത്തയ്യലുള്ള ഈ അങ്കി ഏഫോദിൻ്റെ അങ്കിയാണ്. ഏഫോദിൻ്റെ അങ്കി, അതിൻ്റെ പുറത്താണ് ഏഫോദ് ധരിച്ചിരിക്കുന്നത്. അപ്പം ഈ വസ്ത്രങ്ങളാണ് ന്യായപ്രമാണപ്രകാരം പഴയ നിയമസഭയ്ക്ക് പുരോഹിതന് ദൈവം നൽകപ്പെട്ട വ്യവസ്ഥ പ്രകാരം നൽകപ്പെട്ടിരിക്കുന്ന വസ്ത്രം. അതിൻ്റെ വസ്ത്രത്തിൻ്റെ നൂലെന്താണെന്ന് വരെ പറഞ്ഞു. ധൂമ്രനൂല്, വെള്ളനൂല്, നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, ഇവ കൊണ്ടാണ് ഈ വസ്ത്രം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമ പൗരോഹിത്യത്തിന് പ്രത്യേകിച്ചൊരു യൂണിഫോം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് യൂണിഫോം ഒന്നും ധരിക്കാത്തത്. അല്ലാതെ ഈ വസ്ത്രത്തിനോട് വേറെ പിണക്കമൊന്നും ഉണ്ടായിട്ടില്ല. കാലഘട്ടം മാറിപ്പോയി, പൗരോഹിത്യം നീങ്ങിപ്പോയി. ഇനി ഇടയന്മാരായിട്ടും അപ്പോസ്തലന്മാരായിട്ടും പ്രവാചകന്മാരായിട്ടും ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടുമുള്ള വിളിയായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് യൂണിഫോം ഒന്നുമില്ല. പിന്നെ ശുശ്രൂഷകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ശുശ്രൂഷാ വേദിയിലോ അല്ലാത്തൊരു വേദിയിലോ ഒരു ശുശ്രൂഷകൻ എന്ന പദവി ദൈവത്തിന് വേണ്ടി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മാന്യവും മര്യാദമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകേണ്ടത് നമ്മുടെ മര്യാദയാണ്. മനസ്സിലാകുന്നവർക്കായിട്ട് സ്തോത്രം. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പുതിയ നിയമ ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആമേൻ ഒരു മാന്യതയുടെ, ഒരു മര്യാദയുടെ, ഒരു ഡിസിപ്ലിൻ്റെ ഒരു വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കണം. പ്രീശർ, അത് ലോകപ്രകാരം ധരിക്കുന്ന ഈ അടുത്ത കാലത്തൊക്കെ നമ്മളിവിടെ പല വസ്ത്രങ്ങളും ധരിച്ച് ബർമൂടയിട്ടും കൊണ്ട് കർത്തൃമേശ കൊടുത്തവരുണ്ട്, ബർമൂട ഇട്ടുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. പ്രീശർ, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല. ഇതൊന്നുമില്ലാതെ ചിലപ്പോൾ ഒരു മൂടയും ഇല്ലാതെ ഇതൊക്കെ ആയിട്ട് വരും. കാരണം ദൈവത്തിൽ നിന്നുള്ളവൻ അല്ലല്ലോ. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് വൃക്ഷത്തെ എന്തുകൊണ്ടാണ് തിരിച്ചറിയുന്നത്? ഫലം കൊണ്ട് തിരിച്ചറിയും. ഫലം കൊണ്ട് ഈ ഞാനൊരു കാര്യം പറയും, അവസാനം ജനം തിരിച്ചറിഞ്ഞു. ആരംഭം മുതലേ പറഞ്ഞു ഇത് കുഴപ്പക്കാരാണ്, ഇത് ദൈവത്തിൽ നിന്നുള്ള സംഗതി അല്ല എന്ന് ആരംഭം മുതൽ പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായില്ല. ഒടുവിൽ അവസാനം കാണേണ്ടതുപോലെ ജനമെല്ലാം നന്നായിട്ട് കണ്ണു തുറന്ന് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇവിടെ അടുത്ത നമ്മുടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ ഗ്രൗണ്ടിലും അപ്പവും മീഞ്ഞും കൊണ്ട് ബർമൂടയൊക്കെ ഇട്ടുകൊണ്ട് നടന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. മനസ്സിലായോ ഈ പറഞ്ഞത്? മനസ്സിലായോ പറഞ്ഞു? ഇനി ഞാൻ പേരും ഊരുമൊന്നും തിരിച്ച് പറയേണ്ട കാര്യമില്ല. എനിക്ക് അത്തരം വിഴുപ്പലക്കത്തിനോട് വലിയ താല്പര്യവുമില്ല. എങ്കിലും പറയാതിരിക്കാൻ തരമില്ല. അതുകൊണ്ട് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ശുശ്രൂഷക്കാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യമായ മര്യാദയുടെ അച്ചടക്കത്തിൻ്റെ ഒരു വസ്ത്രം നമുക്ക് ആവശ്യമാണ്. ഒരു അച്ചടക്കത്തിൻ്റെ വസ്ത്രം ഒരു ശുശ്രൂഷാപീഠത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. പ്രീശലം. ചില ശുശ്രൂഷകന്മാരൊക്കെ ആണെങ്കിൽ ഞാനടുത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ആ ശുശ്രൂഷയിലെ സഭാ പാസ്റ്റർ അവിടെ വന്ന് അതിഥി പാസ്റ്ററെ പറ്റി പറഞ്ഞത്, പാസ്റ്ററെ ഇയാളുടെ പാൻറ് അരയിലിരിക്കുന്നില്ല, അതെല്ലാം കൂടി ഇൻ ചെയ്തപ്പോൾ അയാളുടെ പ്രശ്നത്തിന് താഴെയാണ് നിൽക്കുന്നത്. അയാളുടെ പ്രശ്നത്തിന് അരയ്ക്ക് താഴെ ഊർന്നു പോകുന്നെന്ന്. സ്റ്റൈല് ഗതികേടല്ലേ? അപ്പം താനൊരു ശുശ്രൂഷക്കാരനാണ്, ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവനാണ് എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവൻ മാന്യമായൊരു വസ്ത്രം ധരിച്ചിരിക്കും. അത് തിരിച്ചറിയുക. അപ്പം ഞാൻ അവിടെ കൊണ്ട് അത് അവസാനം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താം. അപ്പോൾ ഇത് പഴയ ന്യായപ്രമാണത്തിൻ്റെ വസ്ത്രാലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇന്ന് കാണുന്ന പൗരോഹിത്യം, ഇപ്പം പൗരോഹിത്യം തീർന്നു പോയത് അറിയാതെ, പൗരോഹിത്യത്തിൻ്റെ അന്ത്യം കുറിച്ചു, ഇനി പൗരോഹിത്യ ശുശ്രൂഷ ഇല്ല എന്നുള്ളത് തിരിച്ചറിയാതെ, അകത്ത് വെളിച്ചം കടക്കാതെ ഇന്നും പൗരോഹിത്യ വസ്ത്രം ധരിച്ച് നടക്കുന്നവർ.
ഒരു മാന്യമായ വസ്ത്രം ധരിച്ച് നടക്കാൻ ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്. ഈ CSIയിലെയും മർത്തോമയിലേക്ക് അച്ഛന്മാർ വെള്ള വസ്ത്രം ധരിച്ച് നല്ല അങ്കി ധരിച്ച് നടക്കാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർത്തു പോയിട്ടുണ്ട്, നമ്മുടെ പാസ്റ്റർമാരെക്കാളും ഇവരെ നമ്മൾ മാനിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്റർമാർ പലതും വസ്ത്രം ധരിച്ച് നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നിയിട്ടുണ്ട്. പേശല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുന്ന എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൻ്റെ കാര്യങ്ങൾ വല്ലതും മനസ്സിലാകുന്ന എനിക്കറിയില്ല. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? എൻ്റെ കേൾവിക്കാർ ചിലർ ധരിച്ചിരിക്കുന്ന തങ്ങളുടെ ശരീരഭാവമൊക്കെ കണ്ടമാനം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ അവർ ധരിച്ചിരിക്കുന്ന അങ്കി എത്രയോ മാന്യമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. മനസ്സിലാകുന്നവർക്കായി ഒരിക്കൽ കൂടെ ഓൺലൈനിലൊക്കെ കാണുന്ന കേൾക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഈ ഒറിജിനലിനല്ല, ആൾക്കാർക്ക് വെറും ഈ എന്താ കാണുക കേൾക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ആലയത്തിനകത്ത്, ഒരു പട്ടത്ത സഭയിലെ ആലയം, അപ്പം അതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് അകത്ത് നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തിരിക്കുന്നു. ആൾക്കാർ പറയുന്നത്, അവിടുത്തെ ആലയം എന്ത് മനോഹരമായ ചിത്രപ്പണി. ആലയത്തിൻ്റെ പുറത്ത് നിന്നിട്ട് ചില പറയുന്നു, അതിൻ്റെ മിനാരം നോക്ക്, എന്തൊരു മനോഹരമായിരിക്കുന്നു. അപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ബാഹ്യമായിട്ട് എന്തെങ്കിലും കണ്ടാലും കേട്ടാലും ഒക്കെ മതി. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് അലങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുന്നു. കർത്താവ് പറഞ്ഞു, ഈ ആലയത്തിൽ ഞാനില്ല. ആലയം കഴിഞ്ഞ് നിങ്ങളാ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം. നിന്റെ സൽപ്രവർത്തികളാണ് അലങ്കാരം. പ്രൈസലോ. നിന്റെ വസ്ത്രത്തിലല്ല അലങ്കാരം, ഇനി നിന്റെ സൽപ്രവർത്തികളാണ് അലങ്കാരം. അപ്പൊ ഇവിടെ ഞാൻ ഈ പറഞ്ഞു വന്നൊരു സാരം, ഈ തരത്തിലുള്ള അലങ്കാര വസ്ത്രങ്ങൾ, ഈ തരത്തിലുള്ള മോടിയുള്ള വസ്ത്രങ്ങൾ, ഇതൊന്നും പുതിയ നിയമസഭയുടെ ശുശ്രൂഷയുടെ ഭാഗമല്ല. അത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണ്. ഇത് ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷയാണെങ്കിൽ, ന്യായപ്രമാണപ്രകാരമുള്ള ശുശ്രൂഷയാണെങ്കിൽ അവർ ധരിക്കേണ്ട അങ്കി ഏതാണെന്ന് ചോദിച്ചാൽ അകത്തൊരുള്ളങ്കി, അതിൻ്റെ പുറത്തൊരു നീലയങ്കി, അതിൻ്റെ പുറത്തൊരു ഏബോദിന്റെ ചിത്രത്തിലുള്ള ചുവപ്പ്, നീല, ധൂമ്രം തുടങ്ങിയ നൂലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഏബോദിന്റെ അങ്കി, അതിൻ്റെ പുറത്ത് ഏബോദ് ധരിക്കണം. 12 വിധമായ കല്ലുകളുള്ള ഏബോദ് ധരിക്കണം. ഇതല്ല ഇന്നത്തെ പല അങ്കി ധരിച്ച പല അങ്കികൾ, ചിലർക്ക് ചുവപ്പങ്കി, ചിലർക്ക് അറുപ്പങ്കി, ചിലർക്ക് കാപ്പിപ്പൊടി അങ്കി, ചിലർക്ക് മഞ്ഞയങ്കി, ചിലർക്ക് കാവിയങ്കി, ചിലർക്ക് വെള്ളയങ്കി, പ്രൈസലോ, ചിലർക്ക് വല്ലാത്ത പച്ചയങ്കി, അങ്ങനെ പല വിധത്തിലുള്ള വർണ്ണ അങ്കികൾ ധരിച്ച് ഒരാൾ വന്നങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ ആളുകൾ നോക്കുന്ന ഇതെല്ലാം കണ്ട് ആളുകൾ മുമ്പിലേക്ക് വന്നങ്ങ് തൃപ്തി അടഞ്ഞ് എന്തോ സായുജ്യം അടഞ്ഞ് അതുപോലെ ആളുകൾ പോവുകയാണ് ഞങ്ങളുടെ പുരോഹിതൻ്റെ വേഷവിധാനങ്ങൾ കണ്ട്. പണ്ട് ശേബാരാജ്ഞി ശലോമോനെ കാണാൻ വന്നപ്പോൾ അവൻ്റെ വസ്ത്രം, അവൻ്റെ പടയാളികളുടെ വസ്ത്രം, അവൻ്റെ അംഗരക്ഷകൻ്റെ വസ്ത്രമൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് പോയെന്നാണ് പറയുന്നത്. അതുപോലെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ മതി. അതുകൊണ്ട് അങ്കി ധരിച്ച് നിൽക്കുന്ന, ഇപ്പം എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല, വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. വേദപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ വെപ്രാളം തോന്നും, ചിലർക്ക് എന്നോട് എന്നെ ഇത് കണ്ട് പല്ലിർമിയേക്കാം. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയും. എനിക്ക് ദൈവത്തോടല്ലേ നീതി പുലർത്തേണ്ടത്. അപ്പം ദൈവവചനത്തിനകത്തുള്ള സത്യങ്ങളെ നമ്മൾ ഗ്രഹിച്ചിരിക്കണം. വേദപുസ്തകം പറയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശു തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. അപ്പം അങ്കിയുടെ കാലം കഴിഞ്ഞ് അങ്ങനെ ആർക്കെങ്കിലും പട്ടത്വ സഭകളിലുള്ളവർക്ക് അങ്കി ധരിക്കണമെങ്കിൽ വേദപുസ്തക പ്രകാരം പറഞ്ഞിരിക്കുന്ന അങ്കിയുടെ രൂപഘടന ഇതാണ്. പ്രൈസല്ലോ. അതെല്ലാം ധരിച്ച് വേണം നിൽക്കാൻ. അകത്തുള്ളെങ്കിൽ പുറത്ത് നീലയെങ്കിൽ അതിൻ്റെ പുറത്ത് ഏബോദിൻ്റെ അങ്കി, ഏബോദിൽ പിന്നെ 12 വിധമായ രത്നങ്ങളും കൂടെ ധരിച്ച്, പിന്നെ ചുമൽക്കണ്ടമായിട്ട് 2 പ്രൈസലോട് വെള്ളക്കല്ല് ധരിച്ച്, അങ്ങനെ തലയിൽ തലപ്പാവ് വെച്ച്, തലയിൽ തലപ്പാവൊക്കെ ഉണ്ട്, ചിലർക്ക് തലപ്പാവുണ്ട്, കിരീടമുണ്ട്, അംശവടിയുമുണ്ട്. ഇപ്പം നിൽക്കുന്ന എവിടാണെന്ന് ചോദിച്ചാൽ കാലഘട്ടം മാറിപ്പോയത് അറിയാഞ്ഞിട്ട് ഇപ്പോഴും ന്യായപ്രമാണ യുഗത്തിൽ ഒരു കാല് കൃപായുഗത്തിൽ, ഒരു കാല് ന്യായപ്രമാണ യുഗത്തിൽ അങ്ങനെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പിണക്കം തോന്നരുത്. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. ഇനി കയ്യിലെ അംശവടി, അത് ഞാൻ താമ്ര സർപ്പം എന്നുള്ളൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട് അവസാനം, അപ്പോഴും നമുക്കത് ചിന്തിക്കാം. എങ്കിലും പറഞ്ഞു പോവുകയാണ് ഇതിൻ്റെ കൂടെ മോശക്കുള്ള വടിയേ ഉള്ളൂ. മോശ പണ്ട് ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന സമയത്തുണ്ടായിരുന്ന ഒരു വടിയാണ്. അതിൻ്റെ അറ്റത്ത് ആ വടിയിട്ടപ്പോൾ പാമ്പായി, പിന്നീട് വടിയായി, പിന്നെ പാമ്പായില്ല. അത് മനസ്സിലാക്കണം. ഇന്ന് പല പുരോഹിതന്മാരും പിടിച്ചുകൊണ്ട് നടക്കുന്ന വടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പലരും ഈ വടി ശ്രദ്ധിക്കാറില്ല. വടിയുടെ അറ്റത്ത് പാമ്പാണ്.
വടിയുടെ അറ്റം പാമ്പാണ്. അത് പല സ്റ്റൈല് പാമ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് സിമ്പലുകൾ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് സ്വർണ്ണത്തിലുള്ളത്, ചിലർക്ക് കറുത്തതാണ്. എനിക്ക് തോന്നുന്നു രാജവെമ്പാലയാണെന്ന് തോന്നുന്നത്. അപ്പം ചിലത് വളഞ്ഞ് താഴോട്ട് വളർന്ന്, ചിലത് ഈ ലവ് ചിഹ്നം പോലെ രണ്ട് സർപ്പങ്ങൾ രണ്ട് വശത്തൊന്നും കൂടെ വളർന്ന് നിൽക്കുന്നു. ചിലത് നാക്ക് നീട്ടി നിൽക്കുന്നു, ചിലത് നാക്ക് അകത്തിട്ടുകൊണ്ട് നിൽക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചിലതിൻ്റെ അകത്ത് കുരിശുണ്ട്, രണ്ട് കുരിശിനെയും കൂടെ നോക്കി നിൽക്കുന്നു. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ പാമ്പിൻ്റെ നാഗസേവക്കാരായി തീർന്നിരിക്കുന്ന ശുശ്രൂഷക്കാർ. അവർ ന്യായപ്രമാണത്തുമായിട്ട് ബന്ധമില്ല, പുതിയ നിയമമായിട്ടും അവർക്ക് ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. ആളുകളെ സ്വയം വഞ്ചിതരാകുകയും അവൻ മറ്റുള്ളവരെ വഞ്ചിക്കുകയും ചെയ്യുന്നു. ഈ പാമ്പ് ഏതാ? ഈ പാമ്പ് പ്രൈസ് ദി ലോർഡ് പഴയ പാമ്പായ മഹാസർപ്പം ഹവ്വയെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ പാമ്പ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ പാമ്പിനെ പൊക്കിപ്പിടിച്ച് ഇപ്പോഴും നടക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ അർത്ഥം പാമ്പിൻ്റെ സേവയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ ഇവിടെ പറഞ്ഞ് ആ ഭാഗം ഒരുപാട് വിശദീകരിക്കുന്നത് നമുക്ക് താമ്ര സർപ്പത്തെക്കുറിച്ച് ചിന്തിക്കുക, വിശദമായിട്ട് ചിന്തിക്കാം. അപ്പം ഈ നമ്മൾ ഓരോ സിമ്പലുകളും ഓരോ ആശയത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. കുരിശെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയെയും ക്രിസ്ത്യാനിയുടെ മതത്തെയും ക്രിസ്തുവിൻ്റെ ആശയങ്ങളെയും സിമ്പലാക്കി കാണിക്കുന്നു. നോക്കൂ, മുസ്ലിങ്ങൾ ചന്ദ്രക്കല കണ്ടാൽ നമ്മൾ പറയുന്നത് മുസ്ലിമിൻ്റെ ചിഹ്നമാണ്. ഓം ഹിന്ദുവിൻ്റെ ചിഹ്നമാണ്. അപ്പം ഈ ചിഹ്നങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു ശക്തിയുടെ പ്രവർത്തനമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിശദമായിട്ട് പിന്നെ ചിന്തിക്കാം. ഇപ്പം ഇത്രയും കേട്ടാൽ മതി, ഇപ്പം ഇത്രയും മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പാമ്പിൻ്റെ ചിഹ്നവും കൊണ്ട് നടക്കുന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ പാമ്പിൻ്റെ സേവക്കാരാണ്, നാഗസേവക്കാർ. അതിനപ്പുറത്ത് വേറെ ഒന്നും ബൈബിളിൽ നിന്ന് നമുക്ക് തെളിവെടുക്കാനില്ല. ഞാൻ പറയുന്നത് മുഴുവൻ ബൈബിളിൽ നിന്നാണ്. അതുകൊണ്ട് അവരെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നാഗത്തിൻ്റെ ശക്തി തന്നെയാണ്. ഇതൊക്കെ പറയാൻ ചിലർക്കൊക്കെ പേടി, എനിക്കൊരു പേടിയില്ലെന്ന് പറയാൻ. കാരണം ഞാൻ ബൈബിളിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ പാമ്പായ സർപ്പത്തെ ഫോളോ ചെയ്യുന്ന പുരോഹിത വർഗം തിരിച്ചറിയണം, അങ്ങനൊരു സംഭവം ബൈബിളിൽ നിന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പൗരോഹിത്യ വസ്ത്രം ധരിക്കുന്നവരെ ഇതാണ് വസ്ത്രത്തിൻ്റെ ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന, മറ്റതൊക്കെ മാനുഷിക കൽപ്പനയാണ്. ന്യായപ്രമാണ പ്രകാരമാണ് നിങ്ങളുടെ ശുശ്രൂഷയെങ്കിൽ ന്യായപ്രമാണ പ്രകാരം വസ്ത്രം ധരിക്കൂ. പുതിയ നിയമത്തിന് പ്രത്യേക ശുശ്രൂഷാലങ്കാരം ദൈവം നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ വെള്ളവസ്ത്രം, നീലവസ്ത്രം, അതിൻ്റെ പുറത്തുള്ള ഏഫോദ്. നമുക്ക് ഇനി ഈ നിലയങ്കി, ഈ വെള്ള അങ്കി കഴിഞ്ഞാൽ ഈ നീലയങ്കിയുടെ ഒരു പ്രത്യേകത, ആ നീലയങ്കിയുടെ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.